ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ സിലബസിൻ്റെ ഭാഗമായിട്ട് പേപ്പർ 1-ൽ 4-ാമത്തെ യൂണിറ്റ് ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷനിലെ ആദ്യ മൊഡ്യൂളാണ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ എന്നുള്ളത്. അതിനെ തന്നെ ഫർദറായിട്ട് 5 മെയിൻ പോയിന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ഫിലോസഫി, അതുപോലെ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഓഫ് ദി ഈസ്റ്റ്, മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദി വെസ്റ്റ്, പിന്നീട് എമിനൻറ്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ എന്നിങ്ങനെ ഈ 5 പോയിന്റുകളെ പറ്റിയും നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകളും ക്ലാസ്സുകളും തയ്യാറാക്കപ്പെടുന്നുണ്ട്. അതിൽ 1-ാമത്തെ മൊഡ്യൂളിൻ്റെ 1-ാമത്തെ പാർട്ടാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്നുള്ളത്. ആ ഭാഗത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ എപ്പോഴും മെമ്മറൈസ് ചെയ്യാൻ എളുപ്പം നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളായിട്ട് പതിയപ്പെടുന്ന ഇൻഫർമേഷനാണ് പരീക്ഷാ ഹാളിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും നമുക്ക് ഒരുപാട് വാക്കുകളെക്കാളും ഓർത്തിരിക്കാനാവുന്നത്. ഫിലോസഫിയെ മേജറായിട്ട് നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത് 2 ബ്രാഞ്ചുകളുടെ സംഗമമാണ്, കൊളാബറേഷനാണ്. എഡ്യൂക്കേഷനും ഫിലോസഫിയും അവ രണ്ടും കൂടി ചേർന്നുണ്ടായ ഒരു ബ്രാഞ്ചാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി. ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനിയും കാണാം. അതിന് മുൻപായിട്ട് ഒരു ഓവർവ്യൂ പറഞ്ഞു എന്ന് മാത്രം. മെറ്റാഫിസിക്സ് റിയാലിറ്റിയുടെ നേച്ചറിനെ പറ്റി പഠിക്കുന്നു. അതുപോലെ എപ്പിസ്റ്റമോളജി, തിയറി ഓഫ് നോളജ്, അറിവുണ്ടാവുന്നത് എങ്ങനെ എന്നുള്ളതാണ് എപ്പിസ്റ്റമോളജിയുടെ നോട്ടം. ആക്സിയോളജി ആണെങ്കിൽ തിയറി ഓഫ് വാല്യൂസ്, മൂല്യങ്ങൾ എങ്ങനെ, മൂല്യങ്ങളെ പറ്റിയുള്ള പഠനമാണ്. മെറ്റാഫിസിക്സിൽ വരുന്നത് സ്പിരിച്വലിസം, മെറ്റീരിയലിസം എന്നിങ്ങനെയുള്ള സബ് ഡിവിഷനുകളാണ്. സോഴ്സ് ഓഫ് നോളജും ടൈപ്സ് ഓഫ് നോളജിനെ പറ്റിയുമാണ് എപ്പിസ്റ്റമോളജി പഠിക്കുന്നത്. എത്തിക്സ്, എയ്സ്തെറ്റിക്സ് എന്നിവയെ പറ്റിയാണ് ആക്സിയോളജി പഠിക്കുന്നതെന്ന് നോക്കാം. 19 പേജുകളായിട്ട് ഉള്ളൊരു നോട്ടാണ് നമ്മുടേത്. നമുക്ക് ആദ്യം മുതൽ ഇനിയും ആരംഭിക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ദയവായിട്ട് ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കേൾക്കുവാനും ഇനി നിങ്ങളുടേതായ രീതിയിൽ നോട്ട് വായിച്ച് മനസ്സിലാക്കുവാനാണെങ്കിൽ അതും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള 4-ാമത്തെ യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത് തന്നെ സ്വാമി വിവേകാനന്ദയുടെ വാക്കുകളിലൂടെയാണ്. എഡ്യൂക്കേഷൻ ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ വിമൻ ഓർ മാൻ. സ്ത്രീയിൽ അല്ലെങ്കിൽ പുരുഷനിൽ അല്ലെങ്കിൽ മനുഷ്യനിൽ സ്വയമേവയുള്ള ആദ്യമേ നിലനിൽക്കുന്ന ദൈവികമായ സമ്പൂർണതയുടെ ഒരു പ്രകടനമാണ്. അതിൻ്റെ ഒരു റിയാലിറ്റി മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നത്? അത് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നതാണ്, അതിലേക്ക് എത്തിച്ചേരുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നു. എഡ്യൂക്കേഷൻ എന്ന വാക്കിൻ്റെ ഒറിജിനെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എഡ്യൂക്കേറ്റം എന്ന വാക്കിൽ നിന്നാണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് എഡ്യൂക്കേഷൻ ഉണ്ടായതെന്നും ഇവയിൽ വളരെ വിശദമായിട്ടുള്ള കണ്ടന്റും ഇവിടെ നൽകിയിരിക്കുന്നു. നമ്മുടെ നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഉദ്ദേശിച്ചിട്ടുള്ളത് സിലബസിനെ ഇതിന് പുറമേ നിന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ വന്നേക്കാം, എങ്കിലും നോട്ടുകൾ ഒരു 100% പെർഫെക്ഷനിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളിതെല്ലാം വായിച്ച് ബോറടിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഓവർവ്യൂ നോക്കുക, കീ പോയിന്റുകൾ എഴുതിയെടുക്കുക. ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതും ഞാൻ ഈ നോട്ട് മുഴുവൻ വായിച്ച് അതിൻ്റെ മലയാള അർത്ഥം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില കണക്ഷനുകൾ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് പരീക്ഷയ്ക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ 1000 ചോദ്യങ്ങളുണ്ട്. 2016 ശേഷമുള്ള 8 ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ. ആദ്യം പരീക്ഷയായിട്ടൊന്ന് എഴുതി നോക്കുക, പിന്നീട് എക്സ്പ്ലനേഷൻസും പഠിക്കുക. നോട്ട് വായിച്ച് ഷോർട്ട് നോട്ടും എഴുതി ഈ 1000 ചോദ്യങ്ങളും എഴുതിയാൽ അത് തന്നെ സെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1-ന് 48 അല്ല 50-60% വാങ്ങി കവർ ചെയ്യാൻ സഫീഷ്യൻ്റ് ആണ്. എഡ്യൂക്കേഷൻ ഈസ് സംതിങ് വിച്ച് മേക്സ് മാൻ സെൽഫ് റിലയൻറ്റ് ആൻഡ് സെൽഫ്ലെസ്, ഋഗ്വേദത്തിൽ പറയുന്നതാണ്. ഇതൊക്കെ എഴുതി വെച്ചേക്കണം. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു കോട്ട് നൽകിയ ശേഷം അത് ഏത് ഭാഗത്ത് നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം സെറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതുപോലെ ഉപനിഷത്തിൽ പറയുന്നതും ഭഗവത്ഗീതയിൽ പറയുന്നതുമൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധിജി പറയുന്നു, ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ
an all-round drawing out of the best in the child and man, body, mind and spirit. ഇവിടെ എപ്പോഴും മെൻ ഉപയോഗിക്കുമ്പോൾ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ എഴുതാനും പറയാനുമുള്ള എളുപ്പത്തിന് പുല്ലിംഗം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ സ്ത്രീകളെ എപ്പോഴും പരിഗണിക്കുന്നുണ്ട്. നമുക്കത് മാറ്റി വായിക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. നമ്മുടെ കാലത്തിൻ്റെ ആവശ്യകത കൂടിയാണല്ലോ. തുല്യതയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഈ പ്രയോഗങ്ങൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, പുരുഷന്മാരെ കേന്ദ്രീകരിച്ചൊരു സമൂഹത്തിലായിരുന്നു നമ്മൾ ജീവിക്കുന്നത്. ഇന്നത് മാറി തുല്യതയുള്ളൊരു സമൂഹത്തിലേക്ക് എത്താനായിട്ട് നമുക്കെല്ലാം പ്രവർത്തിക്കാമെന്ന് ഇത്തരം കോട്ടുകൾ കാണുമ്പോൾ പോലും ഞാൻ ഓർക്കാറുണ്ട്. ദ വൈഡസ്റ്റ് റോഡ് ലീഡിങ് ടു ദ സൊല്യൂഷൻ ഓഫ് ഓൾ അവർ പ്രോബ്ലംസ് ഈസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ആരാ? ടാഗോർ. അപ്പോൾ ഇങ്ങനത്തെ കോട്ടൊക്കെ പഠിക്കുമ്പോൾ ഓർത്തോണം വലിയ റോഡിൻ്റെ നടുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ടാഗോറിനെ. അപ്പോൾ വൈഡസ്റ്റ് റോഡ് ആരാ പറഞ്ഞേക്കുന്നത്? ടാഗോർ. എപ്പോഴും ഏറ്റവും വിയേർഡായിട്ട്, ഏറ്റവും അത്ഭുതകരമായിട്ട് അല്ലെ ലജ്ജാവഹമായ ഒരു ഇമേജ് മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ ആ ഫാക്റ്റ് മറക്കില്ല കേട്ടോ. ഞാൻ ഉപയോഗിച്ച ചില പൊടിക്കൈകളും ടിപ്സും ഒക്കെയാണ്, നിങ്ങളുടേതായ രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ ഇനി ഒരിക്കലും ഈ കോട്ട് മറക്കാൻ പോകുന്നില്ല. ടാഗോറിൻ്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗീതാഞ്ജലിയൊക്കെ വായിച്ചു നിങ്ങൾ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയൊരു റോഡിൻ്റെ 6 ലൈൻ റോഡിൻ്റെ നടുക്ക് ടാഗോർ കയ്യും പിരിച്ചിങ്ങനെ നിൽക്കുക. ചുറ്റും കാറുകളും ബസ്സുകളും ഒക്കെ ഇങ്ങനെ 50-ലോ 60-ലോ 80-ലോ ഒക്കെ ഓടിപ്പോകുന്നു. ഇനി ആ കോട്ട് മറക്കൂ? അതുപോലെ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, മൊത്തത്തിലൊരു അഹിംസാ മാർഗത്തിലല്ലേ ഗാന്ധിജിയുടെ എഡ്യൂക്കേഷൻ്റെ ഡെഫിനീഷൻ. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഓർക്കുക. ഇത്തരം രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കോട്ടുകൾ മറക്കില്ല. നമുക്ക് ഈ കോട്ട് മുഴുവൻ കാണാൻ പഠിക്കണ്ടല്ലോ. MCQൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാ, നെഗറ്റീവ് മാർക്കും ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഒരു വലിയ ചിത്രം, എത്ര വലിയ ചിത്രം ഉണ്ടാക്കുമോ ഈ റോഡും ടാഗോറും ഒക്കെ ചിന്തിക്കുമ്പോൾ, വലിയ നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങളുടെ മനസ്സിൽ കണ്ടതിൽ ഏറ്റവും വലിയ റോഡും ഒരു 10 പനയുടെ പൊക്കമുള്ള ടാഗോറിനെയും കാണുക. വിയേർഡായിട്ടുള്ള ഇമേജറികൾ കാണുക. നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഓർത്തു വെക്കാം മക്കളെ. അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, 5 കോട്ടുകൾ 10 കോട്ട് പഠിക്കാനുണ്ടെന്ന് വെച്ചോ. നിങ്ങൾ തിരഞ്ഞെടുത്ത 10 കൊട്ടേഷനുകൾ 5 എഴുതി ഒരു കാർഡാക്കി കൈ വെക്കുക. പാൻറ്റിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ പഠിക്കുന്ന സ്ഥലത്തോ കൊണ്ടവിടെ വെച്ചേക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇത് ഒരാഴ്ചത്തേക്ക് എടുത്തു നോക്കുക. ഒരാഴ്ച കഴിഞ്ഞ് ഓർമ്മയുള്ളത് പിന്നെ അത് മാറ്റിയേക്ക്. ആവർത്തിച്ച് കാണുന്നതാണ് നമ്മുടെ ഓർമ്മയെ നിൽക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള എഫേർട്ട് കൂടെ എടുക്കുക. ഇതൊക്കെ ഓരോ പൊടിക്കൈകളാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഈ സെൻറ്റൻസുകൾ വായിച്ചിട്ട് ഇത് പ്ലേറ്റോ ആണ്, ഇത് റൂസോ ആണ്, ഇത് അരിസ്റ്റോട്ടിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ 2 കൂട്ടരുടെയും സമയത്തിൻ്റെ തെറ്റായ വിനിയോഗമാണ്. ഇത് വായിച്ചാൽ മതി. ഇത് നിങ്ങൾ എഴുതി ആവർത്തിച്ചാലേ പഠിക്കുകയുള്ളൂ. ഞാനിത് വായിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അത് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മളിവിടെ പഠിക്കാനാണ് നോക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. മീനിങ് ഓഫ് ഫിലോസഫി. ഫിലിയോ എന്ന് പറയുന്ന ലവ് എന്നുള്ള വാക്കും സോഫിയ എന്ന പേരിൻ്റെ അർത്ഥം വിസ്ഡം എന്നുമാണ്, ജ്ഞാനം. അപ്പം ജ്ഞാനത്തോടുള്ള സ്നേഹമാണ് ഫിലോസഫി. ഫിലോസഫിയുടെ അർത്ഥം പറഞ്ഞു എന്ന് മാത്രം, ഇൻ കേസ് ഇനിയൊരു ചോദ്യം വന്നാലോ. നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള പ്രധാനപ്പെട്ട ഭാഗം. കൊട്ടേഷൻസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മഹാന്മാർ പറഞ്ഞ കോട്ട്സിനെ പറ്റിയൊക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. സ്കോപ്പ് ഓഫ് ഫിലോസഫി ഇൻ എഡ്യൂക്കേഷൻ ആണ് അടുത്തത്. ദി സ്കോപ്പ് ഓഫ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് കൺഫൈൻഡ് ടു ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. തീർച്ചയായിട്ടും ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. എഡ്യൂക്കേഷനിൽ വരുന്ന ഫിലോസഫിയുടെ അപ്ലിക്കേഷൻ ആണ്. ദസ് ഇറ്റ് ഈസ് ഫിലോസഫി ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. The scope of philosophy of education is concerned with the problems of education. വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരത്തെ പറ്റിയാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി ചർച്ച ചെയ്യുന്നത്. അവ എന്തൊക്കെയാണ് എന്ന് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. എഴുതിയെടുത്ത് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുള്ള പക്ഷം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഗൂഗിൾ ചെയ്യുകയും ആ അർത്ഥം എഴുതി വെക്കുകയും ചെയ്യാം. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നും. പക്ഷെ 2-3 വട്ടം ഒരേ വാക്ക് നമ്മൾ പലയിടത്ത് കണ്ട് എഴുതി വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് ചോദിക്കും, നാണമില്ലല്ലോ ഈ വാക്കിപ്പോൾ 3-ാമത്തെ തവണയാണ് ഗൂഗിളിൽ അർത്ഥം നോക്കുന്നത്. മനസ്സ് നാണം കെട്ട അതിൻ്റെ അർത്ഥം പഠിച്ചോളും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആവർത്തനം വേണം. എയിംസ് ആൻഡ് ഐഡിയൽസ് ഓഫ് എഡ്യൂക്കേഷൻ ഫിലോസഫി എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. എന്താണ് എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? അവയെപ്പറ്റിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ്സ് ദ ഡിഫറെൻറ്റ് എയിംസ് ആൻഡ് ഐഡിയൽസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഫിലോസഫി എന്നാണ്, അവിടെ ആ ഫിലോസഫി എന്നുള്ള വേർഡ് വിട്ടുപോയിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ഫിലോസഫി ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഐഡിയൽസ് എന്തൊക്കെയാണെന്ന്. ഈ എയിംസും
ഐഡിയൽസുമൊക്കെ പലതരത്തിൽ പല കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫിലോസഫേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവയെപ്പറ്റി നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ, എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെ മറ്റൊരാശയമാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ, മനുഷ്യനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അപഗ്രഥിക്കുക എന്നുള്ളത്. മൂന്നാമത് എഡ്യൂക്കേഷണൽ വാല്യൂസ് എന്തൊക്കെയാണ്. അതുപോലെ തിയറി ഓഫ് നോളജ്, എപ്പോഴും വിദ്യ ആർജിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ ഒരു പരമമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഈ നോളജ് എങ്ങനെ വാലിഡ് ആണ്, ഇത് എത്രത്തോളം ശരിയാണ് എന്നിവ പരിശോധിക്കുന്നതും എഡ്യൂക്കേഷണൽ ഫിലോസഫിയുടെ ഒരു ഭാഗമാണ്. അടുത്തതാണ് റിലേഷൻഷിപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് വേരിയസ് ഏരിയാസ് ഓഫ് നാഷണൽ ലൈഫ് ആൻഡ് വേരിയസ് കോമ്പണൻസ് ഓഫ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. പലപ്പോഴും ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ബന്ധമാണ് സ്റ്റേറ്റും വിദ്യാഭ്യാസവും എക്കണോമിക് സിസ്റ്റവും ഒക്കെ തമ്മിലുള്ളത് എന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ നാഷണലിസം, അതുപോലെ നമ്മുടെ നാട്ടിലെ എക്കണോമിക് സിസ്റ്റം, അതുപോലെ കരിക്കുലം ഡെവലപ്മെൻറ്റ്, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി പരസ്പര ബന്ധിതമായ പല കാര്യങ്ങളും വിദ്യാഭ്യാസത്തിൽ വരുന്നുണ്ട്. അവയുടെ പരസ്പര ബന്ധം എങ്ങനെയാവണമെന്നും എഡ്യൂക്കേഷണൽ ഫിലോസഫി പരിഗണിക്കുന്നുണ്ട്. അടുത്തതാണ് നേച്ചർ ഓഫ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. പല സ്കൂൾസ് ഉണ്ടെന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കണ്ടു. അതിൽ ഒന്നാണ് മെറ്റാഫിസിക്സ്. ദി ബ്രാഞ്ച് ഡീൽസ് വിത്ത് ദ നേച്ചർ ഓഫ് റിയാലിറ്റി. എന്താണ് റിയൽ ആയിട്ടുള്ളത്, ഫിസിക്കൽ വേൾഡ് എന്താണ്, സ്പിരിച്വൽ വേൾഡ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെറ്റാഫിസിക്സിലൂടെ. ഇനി നിങ്ങൾ പലതവണ കാണാൻ പോകുന്ന വാക്കുകളാണിത്. അടുത്തത് എപ്പിസ്റ്റമോളജി എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. BEd ഒക്കെ പഠിച്ചവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഡീൽസ് വിത്ത് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് നോളജ് ആൻഡ് ഇറ്റ്സ് അക്വിസിഷൻ. എങ്ങനെയാണ് അറിവുണ്ടാവുന്നത്, ആ അറിവ് നേടുന്നത് എങ്ങനെയാണ്, വാലിഡ് സോഴ്സ് ഓഫ് നോളജ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് ഒരു മനുഷ്യനത് ശരിക്കും റിയൽ ആണോ, യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ സോഴ്സസ് ഓഫ് നോളജ് ആൻഡ് ടൈപ്സ് ഓഫ് നോളജിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ് എപ്പിസ്റ്റമോളജി. ആക്സിയോളജിയാണ് അടുത്തത്. ദിസ് ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ഈസ് കൺസേൺ വിത്ത് വാല്യൂസ്, മൂല്യങ്ങളെ പറ്റി. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഡിസ്കവർ വാട്ട് ആക്ഷൻസ് ആൻഡ് ക്വാളിറ്റീസ് ആർ മോസ്റ്റ് വെർത്ത് വൈൽ ആൻഡ് വൈ ദേ ആർ സോ. ഏറ്റവും മൂല്യവത്തായിട്ടുള്ള പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ളതൊക്കെയാണ് അവിടെ വരുന്നത്. എഡ്യൂക്കേഷണൽ ഫിലോസഫിയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഫിലോസഫിയുടെ പല ആസ്പെക്റ്റുകളും വിദ്യാഭ്യാസത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ഫിലോസഫി വായിക്കാവുന്ന കാര്യമാണ്. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധമെന്ന് ഇവിടെ പറയുന്നു. പ്രശസ്തരായ വ്യക്തികളുടെ വാക്കുകളും കോട്ടുകളും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ എനി എഡ്യൂക്കേഷൻ സിസ്റ്റം സർട്ടൈൻ എസെൻഷ്യൽ ആക്ടിവിറ്റീസ് ആർ. വൈ, എന്തിനാ പഠിക്കുന്നേ എന്നുള്ളത് തിരിച്ചറിയുക. വാട്ട്, ഈ പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഗോളുകൾ എന്താണ്. അതുപോലെ ടു ഡിറ്റർമിൻ ദ ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസ് ത്രൂ വിച്ച് ദ ലേണേഴ്സ് കുഡ് ബി ഹെൽപ്പ് ടു റിയലൈസ് ദ കവേർട്ടഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ. എന്ത് ആക്ടിവിറ്റികളിലൂടെയാണ് പഠനം നടത്തേണ്ടത്, ഹൗ, എങ്ങനെയാണ്, ഏത് മെത്തേഡുകളിലൂടെ പഠിക്കണം എന്നിവ തീരുമാനിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിലോസഫി കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെ തീരുമാനിക്കുന്നതിൽ ഫിലോസഫി വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സ്റ്റീഫൻ ഖാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അവരുടെ കൊട്ടേഷൻസ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കൽ എഴുതി നിങ്ങളുടെ നോട്ട് ബുക്കിൽ വെക്കുക. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് കഴിയുമ്പോൾ ഉള്ള യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഭാഗമായി ഇവ റിവൈസ് ചെയ്തിട്ട് പരീക്ഷ എഴുതുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ചെയ്ത ടെസ്റ്റാണ്. അപ്പോൾ ആ 30 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾക്കൊരു 70% സ്കോർ ചെയ്യാനാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കുകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ മീൻസ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ഫിലോസഫി. ഫിലോസഫി, ലവ് ടുവേർഡ്സ് വിസ്ഡം, ജ്ഞാനത്തിനായിട്ടുള്ള സ്നേഹമാണ് നമ്മൾ ഫിലോസഫി എന്ന് പറഞ്ഞു. ഇത് എഡ്യൂക്കേഷനിലൂടെ പകർന്നു നൽകാനും ശ്രമം നടക്കുന്നുണ്ട്. ഫിലോസഫി സീക്സ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് എഡ്യൂക്കേഷൻ. ഫിലോസഫിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള കണക്ഷനിൽ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളും പ്രശ്നങ്ങളും നികത്താനായിട്ടും
ഫിലോസഫി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷനെ പറ്റി, ഇവ രണ്ടും ഇടകലർന്നിരിക്കുകയല്ലേ. നമ്മൾ ഇത്രയും സംസാരിച്ചതെന്ന് മനസ്സിലായി. പഠിക്കുന്ന കാര്യവും അതുപോലെ വിസ്ഡത്തെ പറ്റി, ഫിലോസഫിയെ പറ്റിയും നമുക്ക് രണ്ടിനെ രണ്ടാക്കി നിർത്താൻ ഒരിക്കലും സാധിക്കില്ല. വിദ്യാഭ്യാസത്തെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫിലോസഫി. അവയുടെ ബന്ധം ഇഴപിരിക്കാനാവാത്തതാണെന്നും ഓർക്കുക. ഓരോ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഫിലോസഫിക്കൽ സ്കീമുമായിട്ട് അതാത് കാലത്തെ വിദ്യാഭ്യാസവും ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാചീന ഗ്രീക്ക് സംസ്കാരത്തിലെ വിദ്യാഭ്യാസ രീതിയല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഫിലോസഫി അതാത് കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസൃതമായി എഡ്യൂക്കേഷനും മാറുന്നുണ്ട് എന്ന് ഓർക്കുക. അടുത്ത നമ്മുടെ സിലബസിലെ ഒരു പോയിന്റാണ് മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ദ എയിംസ്, കരിക്കുലം ആൻഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഫിലോസഫിക്കൽ ഡിവിഷൻസ്, 3 പ്രധാനപ്പെട്ട ഡിവിഷൻസിനെ പറ്റി പഠിച്ചു. ഫിലോസഫീസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അടുത്ത പാർട്ടുകളിലായിട്ട് നമ്മൾ ഇതിലും വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അവ കൂടി പഠിക്കുമ്പോഴേ ഇത് പൂർണ്ണതയിൽ എത്തുന്നുള്ളൂ. ഇതെങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ എയിമിനെയും അതുപോലെ കരിക്കുലത്തെയും അതുപോലെ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിനെയും ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കും. മെറ്റാഫിസിക്സിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. മെറ്റാഫിസിക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞത് നേച്ചർ ഓഫ് റിയാലിറ്റിയെ പറ്റിയാണ്. അതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഡിവൈൻ നോളജ്, സ്പിരിച്വലിസവും അതുപോലെ റിയാലിറ്റിയെ പറ്റിയും വിശദമായിട്ട് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തീരുമാനിക്കപ്പെടുമ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു. അടുത്തത് എപ്പിസ്റ്റമോളജിയാണ്. അവർ വിശ്വസിച്ചിരുന്ന ടൈപ്സ് ഓഫ് നോളജ് ഈ തരത്തിലാണ്: റിവീൽഡ് നോളജ്, വെളിപ്പെടുത്തി കൊടുത്ത വിജ്ഞാനം; ഇൻറ്റ്യൂറ്റീവ് നോളജ്, നമ്മളിപ്പോൾ ഒരു ഇടനാഴിയിലൂടെ നടക്കുക, നമ്മുടെ പുറകിൽ ഒരാൾ വരുന്നുണ്ട് എന്ന് പലപ്പോഴും നമുക്കൊരു ഇൻറ്റ്യൂഷൻ, ഒരു തോന്നൽ ഉണ്ടാവുകയും തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ആൾ അവിടെ കാണും. അതാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഇന്നർ സെൽഫിൽ നിന്ന് വരുന്ന അറിവ്. എംപിരിക്കൽ നോളജ് ആണ് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ സെൻസുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കുന്നത്. റാഷണൽ നോളജ് ആണ് നമ്മൾ റീസണിലൂടെ, നമ്മൾ റാഷണാലിറ്റി എന്ന് പറയും അല്ലേ, ബോധം ഉണ്ടാവണമെന്ന് പറയും നമ്മൾ. ചിലപ്പോൾ നമ്മളൊരു കാര്യം കണ്ട് ചിന്തിച്ച് റീസൺ ചെയ്ത് അതിനുള്ള ലോജിക്കലായിട്ട് ചിന്തിച്ചെടുക്കുന്ന കാര്യമാണ് റാഷണൽ നോളജ്. അതോറിറ്റേറ്റീവ് നോളജ്, ഒരു എക്സ്പേർട്ട് പറയുന്നത് കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. പരസ്യത്തിലൊക്കെ ഇത് ദുരുപയോഗം ചെയ്യാറുണ്ടല്ലേ. വെളുത്ത കോട്ടിട്ട് വരുന്ന എല്ലാവരും ഡെന്റിസ്റ്റും അല്ലെങ്കിൽ സോപ്പിൻ്റെ പരസ്യത്തിൽ വരുന്ന ആളും ഡോക്ടറുടെ കോട്ടൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഫേക്ക് ചെയ്യുമോ. അതോറിറ്റേറ്റീവ് നോളജ് എന്നുള്ളൊരു ബ്രാഞ്ച് കൂടി ഉണ്ട് എന്ന് ഓർക്കുക. നാച്ചുറലിസവും ഐഡിയലിസവും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ഒറ്റയൊരു സെൻറ്റൻസിലൂടെ പറയുന്നു: ദി നാച്ചുറലിസ്റ്റ് ബിലീവ് ഇൻ ദ നോളജ് ഗെയിൻ ത്രൂ സെൻസസ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള നോളജ് വാലിഡ് ആണ്, അതിൽ വിശ്വസിക്കുന്നവരാണ് നാച്ചുറലിസ്റ്റ്. അതുപോലെ ഐഡിയലിസ്റ്റ് ബിലീവ് ഇൻ ദ നോളജ് ഗെയിൻ ത്രൂ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ഈ ഒരു പോയിന്റും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. ആക്സിയോളജിയെ പറ്റിയും പറയുന്നു. അതിൻ്റെ സബ് ഡിവിഷൻസ് എത്തിക്സ്, എയ്സ്തെറ്റിക്സ് എന്നുള്ളതാണെന്ന്. എത്തിക്സ് എന്താണ്, എയ്സ്തെറ്റിക്സ് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എത്തിക്കൽ, നമ്മൾ മെഡിക്കൽ എത്തിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ റിസർച്ചിൽ പഠിക്കുമ്പോൾ എത്തിക്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എയ്സ്തെറ്റിക്സ് ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെടുന്ന. എത്തിക്സ് ഈസ് കൺസേൺ വിത്ത് ഗുഡ് ആൻഡ് ബാഡ്, റൈറ്റ് ആൻഡ് റോങ്, അപ്രൂവൽ ആൻഡ് ഡിസപ്രൂവൽ ആസ് വെൽ ആസ് വിർച്യു ആൻഡ് വൈസ്, നന്മയും തിന്മയും പറ്റിയുള്ള തിരിച്ചറിവുകളാണ്. അതുപോലെ തന്നെ ആക്സിയോളജി ഈസ് ദ സോഴ്സ് ഓഫ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ മൂല്യങ്ങളെ പറ്റിയുള്ള ചർച്ചയും വളരെ പ്രാധാന്യമേറിയതാണെന്ന് ഓർക്കുക. നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങുമ്പോൾ കണ്ട ഡയഗ്രമാണിത്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ചുരുക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കോൺസെപ്റ്റ് ഓഫ് ടീച്ചർ ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ, വളരെ ജനറിക് ആയിട്ടുള്ള. ടീച്ചർ 2 റോള് പ്രധാനമായിട്ടും നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 റോളുകളാണെന്ന് ഇവിടെ പറയുന്നു. ഒന്ന് തിയറിസ്റ്റ് ആൻഡ് അനദർ ഇസ് ദാറ്റ് ഓഫ് എ പ്രാക്ടീഷണർ. പറഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്ത് കാണിക്കുന്ന ഒരാൾ കൂടിയാവണം ടീച്ചർ എന്ന് ഇവിടെ പറയുന്നു. ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചില മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാം, മക്കളെ, നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ
എന്നെക്കാൾ മുതിർന്നവരുണ്ടാവും, ഞാൻ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വാക്ക് അറിയാതെ ഉപയോഗിച്ചു പോയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ ഇഷ്ടപ്പെടാൻ, ആ പ്രോസസ്സിനെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നമുക്കിത് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ലല്ലോ. നമ്മൾ പരീക്ഷയ്ക്കായിട്ട് ഒരു നീണ്ട നാള് തയ്യാറെടുക്കണം. അപ്പോൾ ഈ വായിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുക. പുതിയ കാര്യങ്ങൾ ഒരു സ്പോഞ്ച് വെള്ളമൊക്കെ വലിച്ചെടുക്കുന്ന പോലെ പഠിക്കുന്നതിനോട് താല്പര്യമുള്ള മനസ്സിലേക്ക് അറിവ് വന്ന് നിറയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇത് തിയറിയാണ്. അപ്പോൾ നിങ്ങളത് വരച്ച് ഒരു മൈൻഡ് മാപ്പൊക്കെ തയ്യാറാക്കി പല നിറമുള്ള പേനകളിലൊക്കെ ഇത് എഴുതി വെക്കുക. ഇവിടെ ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ടീച്ചർ. ഒരു ടീച്ചറിന് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതുപോലെ ഫോളോ ചെയ്യേണ്ട ചില ഡിസിപ്ലിൻസ് ഉണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഇവിടെ വളരെ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ നൽകിയിരിക്കുന്നു. ഇവയിൽ പലതും MCQ ചോദ്യങ്ങളുടെ ഓപ്ഷനായിട്ട് നൽകിയിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരികയും ചെയ്യാം. ഫിലോസഫി എങ്ങനെ എഡ്യൂക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് 4 കാറ്റഗറി ആയിട്ട്. ഫിലോസഫി ആൻഡ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നതിൽ, എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഫിലോസഫിക്ക് വലിയ പങ്കുണ്ട്. അതുപോലെ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതിൽ എന്താണ് ഫിലോസഫിയുടെ പങ്ക്, ടീച്ചിങ് മെത്തേഡുകൾ ചൂസ് ചെയ്യുന്നതിൽ എന്താണ് ഫിലോസഫിയുടെ പങ്ക് എന്നും വിശദമാക്കുന്നു. അതോടൊപ്പം ഫിലോസഫി ആൻഡ് ദ ടീച്ചർ, പഠിപ്പിക്കുന്ന വ്യക്തിയും ഈ എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ നട്ടെല്ല് തന്നെ നമ്മളാണ്, നിങ്ങളാണ്. നാളെയുടെ ടീച്ചേഴ്സ് ആവുന്ന, സെറ്റ് പരീക്ഷ എന്തിനാ എഴുതുന്നത്? നല്ലൊരു അധ്യാപകനാവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ, മികച്ച ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ പര്യാപ്തരാക്കുന്ന വലിയ ചുമതലയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാനായി ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ പഠിപ്പിക്കലിൻ്റെ എസെൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കുകൾ. അവയെ എങ്ങനെ ഫിലോസഫി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ നോട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ട നിങ്ങളോട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.